2024 ലോക കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ഫെലോഷിപ്പിന് അർഹരായവർ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും വേണുജിയുമാണ്. മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി കഥകളി സംഗീതത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. വേണുജി കൂടിയാട്ടം. ഇപ്പൊ 2024 ലോക കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ഫെലോഷിപ്പിന് അർഹരായവർ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും വേണുജിയുമാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിള് ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. തൊഴിൽ വിദ്യാഭ്യാസം, പോക്സോ നിയമം എന്നിവ സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാകും. ഇപ്പൊ എന്താണ്, പ്രിയാമ്പിൾ മാത്രമല്ല, തൊഴിൽ വിദ്യാഭ്യാസവും പോക്സോ നിയമം എന്നിവ സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കും. ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകനാണ് ഹിഷാം അബ്ദുൽ വഹാബ്. ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകനാണ് ഹിഷാം അബ്ദുൽ വഹാബ്. വിപണി മൂല്യത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ SBIയെ പിന്തള്ളി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായി മാറിയത് LIC ആണ്. വിപണി മൂല്യത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പിന്തള്ളി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായി മാറിയത് LIC ആണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ നിയമിക്കുന്ന ആദ്യ നിഷ്പക്ഷ വനിതാ അമ്പയർ റെഡ്ഫേൺ ആണ്. റെഡ്ഫേണിന്റെ രാജ്യം ഇംഗ്ലണ്ട് ആണ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൽ നിയമിക്കുന്ന ആദ്യ നിഷ്പക്ഷ വനിതാ അമ്പയർ ആണ് റെഡ്ഫേൺ ഇംഗ്ലണ്ടുകാരിയാണ്. 35 വർഷത്തിനു ശേഷം ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ ഒരു സീഡഡ് താരത്തെ തോൽപ്പിക്കുന്ന ഇന്ത്യൻ താരമാണ് സുമിത് നാഗൽ ഹരിയാന സ്വദേശിയാണ്. ഒന്നുകൂടെ പറയാം. 35 വർഷത്തിനു ശേഷം ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ ഒരു സീഡഡ് താരത്തെ തോൽപ്പിക്കുന്ന ഇന്ത്യൻ താരമാണ് സുമിത് നാഗൽ. സീഡഡ് പ്ലെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂർണമെന്റിൽ ഹയസ്റ്റ് റാങ്കിങ് കൊടുത്തിരിക്കുന്ന പ്ലെയർ ആണ്. അതിപ്പോ അവരുടെ മുൻകാലത്തെ പെർഫോമൻസ് വെച്ചിട്ടായിരിക്കും ഓരോരുത്തർക്കും ഒരു റാങ്കിങ് കൊടുക്കുന്നത്. ഇപ്പം നൊവാക് ജോക്കോവിച്ച്, കാർലോസ് അൽക്കാരസ്, അവരെല്ലാം ഹൈ റാങ്കിങ് ഉള്ള പ്ലെയേഴ്സ് ആണ്. ഫസ്റ്റ്, സെക്കൻഡ് അങ്ങനെയൊക്കെ റാങ്കിങ് കൊടുത്തിട്ടുള്ള പ്ലെയേഴ്സ് ആണ്. അപ്പൊ ഇവരെല്ലാം ആദ്യത്തെ ഒരു ടൂർണമെന്റ് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ തമ്മിൽ ഫേസ് ടു ഫേസ് വന്ന് എലിമിനേറ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സീഡഡ് ലിസ്റ്റ് ഉണ്ടാക്കും, അതായത് റാങ്കിങ് കൊടുക്കും. അപ്പൊ അവരാദ്യമേ തമ്മിൽ നേരിട്ട് മത്സരം വരാതെ പോകെ പതുകെയാണ് അവരുടെ മത്സരങ്ങളെല്ലാം വരുന്നത്. അപ്പൊ അത്ര ഹൈ റാങ്കിങ് ഉള്ള ഒരു പ്ലെയർ ആണ് സീഡഡ് പ്ലെയർ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സീഡഡ് താരത്തെ തോൽപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആര്? സുമിത് നാഗൽ ഹരിയാന സ്വദേശിയാണ്. അപ്പൊ 35 വർഷത്തിന് ശേഷം ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ ഒരു സീഡഡ് താരത്തെ തോൽപ്പിക്കുന്ന ഇന്ത്യൻ താരമാണ് സുമിത് നാഗൽ, ഹരിയാന. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ 24ന്റെ വേദി. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ 24ന്റെ വേദി വിശാഖപട്ടണമാണ്. ഫെബ്രുവരി 2024 ഈ ഒരു എക്സസൈസ്, നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസം നടന്നത്. ഓക്കെ. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കരയാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കരയാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കരയാണ്. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് സുരേന്ദ്രൻ നായർ. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾക്ക് നൽകിയ പ്രതിഭകൾക്ക് സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് സുരേന്ദ്രൻ നായർ.
ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി മാവോസ് ആണ്, സ്വിറ്റ്സർലാൻഡ്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി മാവോസ് സ്വിറ്റ്സർലാൻഡിലാണ്. മാവോസ് സ്വിറ്റ്സർലൻഡ്. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സാറ എന്ന പെൺകുട്ടിയാണ്. 4 വയസ്സ് മാത്രമാണ് സാറയുടെ പ്രായം. 2024 ജനുവരിയിൽ പ്രകാശനം ചെയ്ത പ്രഭാവർമ്മയുടെ കവിതാ സമാഹാരം. 2024 പ്രകാശനം ചെയ്ത പ്രഭാവർമ്മയുടെ കവിതാ സമാഹാരമാണ് കൊടുത്താലും എന്നെ എൻ സ്നേഹമേ. ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഒരു റൈറ്ററാണ് പ്രഭാവർമ്മ എന്ന് പറയുന്നത്. 2024 ജനുവരിയിൽ പ്രകാശനം ചെയ്ത കവിതാ സമാഹാരമാണ് ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചതും ആർക്ക് തന്നെയാണ്? പ്രഭാവർമ്മയ്ക്കാണ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ഇതിന്റെ ഭാഗ്യചിഹ്നം വീരമംഗ. അപ്പൊ 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. കേരള ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച AI അധിഷ്ഠിത പ്രൊസസർ. കേരള ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച AI അധിഷ്ഠിത പ്രൊസസറാണ് കൈരളി. ഓക്കെ. 2024 BR അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാച്ഛാദനം ചെയ്ത നഗരം വിജയവാഡ, ആന്ധ്രാപ്രദേശ്. 2024 BR അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ. ഈ പ്രതിമയുടെ ഉയരം എത്രയാണ്? 206 അടിയാണ്. 206 അടിയാണ് ഈ പ്രതിമയുടെ ഉയരം. ഇത് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. 2014 15ാമത് അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2024 15ാമത് അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ്. അപ്പൊ എന്താണ്? അണ്ടർ-19 ആണ്. അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിനാണ് ഇത് ഹോസ്റ്റ് ചെയ്തത് ഏത് രാജ്യമാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക. ഇപ്പൊ 2024 15ാമത് അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ്. ഇപ്പൊ 2024 നടന്ന എത്രാമത്തെ അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പാണ്? 15ാമത്തെയാണ്. ഇതിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. രാജ്യം ആദ്യമായി വേദിയാകുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് വേദിയാകുന്ന നഗരം തിരുവനന്തപുരമാണ്. അപ്പം ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് ആദ്യമായിട്ടാണ് നമ്മുടെ ഇന്ത്യ വേദിയാകുന്നത്. ഇന്ത്യയിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയാണ് ഈ ഒരു ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് വേദിയാകുന്ന നഗരം. സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേവാസ്. സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേവാസ്. അതിന്റെ ഫുൾ ഫോം ആണ് സെൽഫ് എമർജിംഗ് വില്ലേജ് ത്രൂ അഡ്വാൻസ്ഡ് സപ്പോർട്ട്. ഓക്കെ. സൈനികർക്കിടയിലെ സുരക്ഷിത ആശയവിനിമയത്തിനായി ഇന്ത്യൻ ആർമി തദ്ദേശീയമായി വികസിപ്പിച്ച നെറ്റ്വർക്ക് ശൃംഖല. സൈനികർക്കിടയിലെ സുരക്ഷിത ആശയവിനിമയത്തിനായി ഇന്ത്യൻ ആർമി തദ്ദേശീയമായി വികസിപ്പിച്ച നെറ്റ്വർക്ക് ശൃംഖലയാണ് സംഭവ്. സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ. മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമഗ്ര ആരോഗ്യം ഉറപ്പാക്കുന്ന പദ്ധതി. മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമഗ്ര ആരോഗ്യം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏകാരോഗ്യം. രാജ്യത്ത് ആദ്യമായി കേരളത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ പേര് ഏകാരോഗ്യം. 2024 11 ഇനം പുതിയ ജീവി വർഗത്തെ കണ്ടെത്തിയ കടുവ സങ്കേതം. 11 ഇനം പുതിയ ജീവി വർഗത്തെ കണ്ടെത്തിയ കടുവ സങ്കേതമാണ് പറമ്പിക്കുളം. 2024 ഇത് കണ്ടെത്തിയത്. 11 ഇനം പുതിയ ജീവി വർഗം
പറമ്പിക്കുളം. റിപ്പബ്ലിക് ദിന പരേഡിൽ നാവികസേനാ സംഘത്തെ നയിക്കുന്ന മലയാളി. ഇപ്പൊ റിപ്പബ്ലിക് ദിന പരേഡിൽ നാവികസേനാ സംഘത്തെ നയിക്കുന്ന മലയാളി ആരാണ്? ലഫ്റ്റനന്റ് എച്ച് ദേവികയാണ്. ലഫ്റ്റനന്റ് എച്ച് ദേവിക. സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം. സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുങ്ങുന്ന കൾച്ചറൽ യൂണിവേഴ്സിറ്റി ആക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. 1930 വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും കൂടെ ചേർന്നാണ് ഈ ഒരു കേരള കലാമണ്ഡലം ഇത് സ്ഥാപിക്കുന്നത്. ഇതിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ എവിടെയാണ്? ചെറുതുരുത്തിയാണ്. ചെറുതുരുത്തി, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. അപ്പൊ തൃശ്ശൂരിലെ ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് കേരള കലാമണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഡീംഡ് സർവകലാശാലയാണ്. ഇത് വന്നപ്പോൾ ഡീംഡ് സർവകലാശാലയല്ലായിരുന്നു, ഇപ്പോൾ അത് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആയി മാറി. സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഇതിന്റെ പ്രോ ചാൻസലർ എന്ന് പറയുന്നത്. അപ്പം നിലവിൽ അത് സജി ചെറിയാനാണ് അപ്പോൾ ഇതിന്റെ പ്രോ ചാൻസലർ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ചാൻസലർ ആരാണ്? ഇതിന്റെ ചാൻസലർ എന്ന് പറയുന്നത് മല്ലിക സാരാഭായി ആണ്. പത്മഭൂഷൺ ജേതാവായ മല്ലിക സാരാഭായി. ഇതിന്റെ വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണനാണ്. പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യയിൽ വികസിപ്പിച്ച വാക്സിൻ ഹെവി ഷുവർ. അപ്പം ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യയിൽ വികസിപ്പിച്ച വാക്സിൻ ആണ് ഹെവി ഷുവർ. ഇമ്പോർട്ടന്റ് ആണ്. ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ജാംനഗറിലാണ്. ഹരിത ഹൈഡ്രജൻ, ഗ്രീൻ ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്നത് ജാംനഗറിലാണ്. ജാംനഗർ എവിടെയാണ്? ഗുജറാത്തിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ആണ് ഷെയ്ഖ് ഹസൻ ഖാൻ. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകനാണ് നമ്മുടെ ഷെയ്ഖ് ഹസൻ ഖാൻ. വിജയ പതാക പാറിക്കുന്ന 7ാമത്തെ വൻ കൊടുമുടിയാണ് നമ്മുടെ ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ എന്ന് പറയുന്നത്. UGCയുടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടുന്ന കേരളത്തിലെ ആദ്യ ട്രാൻസ് വ്യക്തി. അപ്പൊ UGCയുടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് JRF ലഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വ്യക്തിയാണ് ശ്യാമ എസ് പ്രഭ. UGCയുടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടുന്ന കേരളത്തിലെ ആദ്യ ട്രാൻസ് വ്യക്തിയാണ് ശ്യാമ എസ് പ്രഭ. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിക്ക് വേദിയാകുന്നത് കംപാലയാണ്. കംപാല എന്ന് പറയുന്നത് ഉഗാണ്ടയുടെ ക്യാപിറ്റൽ ആണ്. അപ്പം ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിക്ക് വേദിയാകുന്ന സ്ഥലം എവിടെയാണ്? കംപാല. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി നടക്കുന്ന പരിപാടിയാണ് കെ-വാക്ക്. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി നടക്കുന്ന പരിപാടിയാണ് കെ-വാക്ക്. ചൊവ്വയിലെ ജലസാന്നിധ്യത്തെ പറ്റി പഠിക്കാൻ മാഗി എന്ന ഭീമൻ വിമാനത്തെ അയക്കുന്ന ബഹിരാകാശ ഏജൻസി നാസയാണ്. അപ്പൊ ചൊവ്വയിലെ ജലസാന്നിധ്യത്തെ പറ്റി പഠിക്കാൻ മാഗി എന്ന ഭീമൻ വിമാനത്തെ അയക്കുന്ന ബഹിരാകാശ ഏജൻസിയാണ് നാസ. 2024 നവംബർ 1 ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകുന്നത് കേരളമാണ്. 2024 നവംബർ 1 ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകുന്നത് കേരളമാണ്. ഡേറ്റ് മറക്കരുത്, 2024 നവംബർ 1. രാജ്യത്തെ 1 കോടി വീടുകളുടെ മേൽക്കൂരകളിൽ സൗരോർജ സംവിധാനം നടപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. എന്താണ്? രാജ്യത്തെ 1 കോടി വീടുകളുടെ മേൽക്കൂരകളിൽ സൗരോർജ സംവിധാനം നടപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ്, കേന്ദ്ര പദ്ധതിയാണ് ഏത്? പ്രധാനമന്ത്രി സൂര്യോദയ യോജന.
2024 ബ്രിട്ടനിലും അയർലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ഇഷ. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം കൊച്ചിയാണ്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം കൊച്ചിയാണ്. IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്കായി ഷീ ഹബ്ബ് എന്ന പേരിൽ തൊഴിലിടമൊരുക്കുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്കായി ഷീ ഹബ്ബ് എന്ന പേരിൽ തൊഴിലിടമൊരുക്കുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരമാണ് അനുപ്രിയ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരമാണ് ആര്? അനുപ്രിയ. അപ്പോ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞാണ്, തമിഴ്നാടാണ്. അതിന്റെ ഭാഗ്യചിഹ്നമാണ് വീരമംഗ. ഓക്കെ, ആ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരമാണ് നമ്മുടെ അനുപ്രിയ. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് പാപ്പനംകോടാണ്, തിരുവനന്തപുരം. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനംകോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. സുഗതകുമാരിയുടെ ജീവിതം ആസ്പദമാക്കി MR രാജൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. സുഗതകുമാരിയുടെ ജീവിതം ആസ്പദമാക്കി MR രാജൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. 2024 സാമൂഹിക മാധ്യമ ഉള്ളടക്കം നിയന്ത്രിക്കുന്നതിനുള്ള ബിൽ പാസാക്കിയ ഇന്ത്യയുടെ അയൽ രാജ്യമാണ് ശ്രീലങ്ക. 2024 സാമൂഹിക മാധ്യമ ഉള്ളടക്കം നിയന്ത്രിക്കുന്നതിനുള്ള ബിൽ പാസാക്കിയ ഇന്ത്യയുടെ അയൽ രാജ്യമാണ് ശ്രീലങ്ക. ഹാപ്പിനെസ് ഗ്രാമമാകാൻ ഒരുങ്ങുന്ന കേരളത്തിലെ പഞ്ചായത്താണ് മലയൻകീഴ്. ഹാപ്പിനെസ് ഗ്രാമമാകാൻ ഒരുങ്ങുന്ന കേരളത്തിലെ തന്നെ പഞ്ചായത്താണ് മലയൻകീഴ് പഞ്ചായത്ത്. ഹാപ്പിനെസ് ഗ്രാമമാകുന്നതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹോം സ്റ്റേ. അപ്പൊ ഹാപ്പിനെസ് ഗ്രാമമാകുന്നതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? അതാണ് ഹോം സ്റ്റേ. ആവശ്യക്കാർക്ക് അഭിഭാഷകരുടെ നിയമോപദേശം ലഭ്യമാക്കുന്ന ന്യായ സേതു ടോൾ ഫ്രീ നമ്പറാണ് 14454 14454. നീതി വകുപ്പിന് കീഴിലാണ് ഇതിന്റെ പ്രവർത്തനം. അപ്പൊ ആവശ്യക്കാർക്ക് എന്താണ്? അഭിഭാഷകരുടെ നിയമോപദേശം ലഭ്യമാക്കുന്ന ന്യായ സേതു ടോൾ ഫ്രീ നമ്പറാണ് 14454. നീതി വകുപ്പിന് കീഴിലാണ് ഇതിന്റെ പ്രവർത്തനം. ടെന്നീസ് പുരുഷ ഡബിൾസിൽ 1ാം റാങ്ക് നേടുന്ന പ്രായം കൂടിയ താരം. ശ്രദ്ധിക്കുക, ടെന്നീസ് പുരുഷ ഡബിൾസിൽ 1ാം റാങ്ക് നേടുന്ന പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. രോഹൻ ബൊപ്പണ്ണ ഈ തവണത്തെ പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കുകയാണ് ചെയ്തത്. VT ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്നത് പാലക്കാടാണ്. VT ഭട്ടതിരിപ്പാടിന്റെ സ്മാരകം നിലവിൽ വരുന്നത് പാലക്കാടാണ്. ICCയുടെ 2023 മികച്ച ഏകദിന ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് കോഹ്ലിയാണ്. ICCയുടെ 2023 മികച്ച ഏകദിന ക്രിക്കറ്റ് താരം, അപ്പൊ ബെസ്റ്റ് ODI ക്രിക്കറ്റിലെ ബെസ്റ്റ് പ്ലെയർക്കുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2023 വിരാട് കോഹ്ലിക്കാണ്. 4ാം തവണയാണ് ഏകദിന ക്രിക്കറ്റർ പുരസ്കാരം നേടുന്നത്. ഇതേ അവാർഡ് വനിതാ ഏകദിന ക്രിക്കറ്റിൽ ലഭിക്കുന്ന ആർക്കാണ്? ചമരി അട്ടപ്പട്ടുവിനാണ്. ചമരി അട്ടപ്പട്ടു ശ്രീലങ്കക്കാരിയാണ്. അപ്പം വനിതാ ഏകദിന ക്രിക്കറ്റിന്റെ മികച്ച ഏകദിന ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ചമരി അട്ടപ്പട്ടു, ശ്രീലങ്ക. പുരുഷന്മാരുടേത് വിരാട് കോഹ്ലി. 2023 കാര്യമാണ് പറയുന്നത്. ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യം, അത് നടപ്പിലാക്കിയ രാജ്യം എന്ന് വേണം പറയാൻ, അത് അമേരിക്കയാണ്. ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം അമേരിക്കയാണ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന ജില്ല കാസർഗോഡാണ്. 36ാമത്
കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡ്. Against which country did India win the bronze medal in men's hockey at the Paris Olympics 2024? ഏത് രാജ്യത്തിനെതിരായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം ബ്രോൺസ് മെഡൽ ജയിച്ചത് പാരീസ് ഒളിമ്പിക്സിൽ? അപ്പം ഈ സ്പെയിനിനെ തോപ്പിച്ചിട്ടാണ് നമുക്ക് ബ്രോൺസ് മെഡൽ ലഭിച്ചത്. അപ്പം 2-1 നമ്മൾ അവരെ തോപ്പിച്ചത്. 2-1. ഇതിന് മുമ്പിൽ ടോക്കിയോ ഒളിമ്പിക്സിലും ഇന്ത്യൻ ഹോക്കി ടീമിന് ബ്രോൺസ് മെഡലാണ് ലഭിച്ചത്. ഇത് പാരീസ് ഒളിമ്പിക്സിൽ, ഈ വർഷത്തെ പാരീസ് ഒളിമ്പിക്സിലും എന്ത് തന്നെയാണ്? ബ്രോൺസ് മെഡൽ തന്നെയാണ് ലഭിക്കുന്നത്. ഹർമൻപ്രീത് സിംഗ് ആണ് നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ. ഈ പേര് ഒരിക്കലും മറക്കരുത്. ഹർമൻപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ. ഇദ്ദേഹമാണ് 2 ഗോളും നമുക്ക് വേണ്ടി അടിച്ച് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടീമിന് ഈ ഒരു വിജയം കരസ്ഥമാക്കാൻ സഹായിച്ചത്. 30-ാമത്തെ മിനിറ്റിലും 33-ാമത്തെ മിനിറ്റിലുമാണ് ഹർമൻപ്രീത് സിംഗ് നമുക്ക് വേണ്ടി ആ ഗോൾ അടിച്ചിരിക്കുന്നത്. 30-ാമത്തെ മിനിറ്റിലും 33-ാമത്തെ മിനിറ്റിലും. മാർക്ക് മിറലിസ് എന്ന് പറയുന്ന ആളാണ് മത്സരത്തിൽ നമ്മുടെ ഇന്ത്യക്കെതിരായിട്ട് ഗോൾ അടിച്ച സ്പെയിൻ താരമാണ് മാർക്ക് മിറലിസ്. 18-ാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെയാണ് അദ്ദേഹം ആ ഗോൾ നേടിയത്. മലയാളി കൂടിയായ PR ശ്രീജേഷ് ആണ് നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഇപ്പോഴത്തെ ഗോൾ കീപ്പർ. ഇദ്ദേഹത്തിന്റെ അവസാനത്തെ ഒളിമ്പിക്സ് മത്സരമാണ്. അവസാനത്തെ ഒളിമ്പിക്സ് ഇദ്ദേഹം പങ്കെടുക്കുന്നത്. ഇതിനുശേഷം ഇയാള് റിട്ടയർ ആവുകയാണ്. അതായത് ഇയാളുടെ കരിയർ ഇതോടെ തീരുകയാണ്. അപ്പം നമ്മളെ ഗ്രേറ്റ് വാൾ ഓഫ് ഇന്ത്യൻ ഹോക്കി എന്നാണ് PR ശ്രീജേഷിനെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ 18 വർഷത്തെ കരിയറാണ് അവസാനിക്കുന്നത് ഈ ഒരു ഒളിമ്പിക്സോടെ. Who has been selected to receive the Vigyan Ratna Award in Biological Science? വിജ്ഞാൻ രത്ന അവാർഡ് ഓഗസ്റ്റ് 23 നമ്മുടെ ബഹിരാകാശ ദിനമായി, ദേശീയ ബഹിരാകാശ ദിനമായി നമ്മൾ ഇനി ആഘോഷിക്കാൻ പോകുന്നത്. കാരണം ചന്ദ്രയാൻ 3 സക്സസ്ഫുൾ ആയിട്ട് ലാൻഡ് ചെയ്തത് ഓഗസ്റ്റ് 23, 2023 ഓക്കെ. അപ്പൊ ആ ഡേറ്റ് ആണ് നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ഇനി ആചരിക്കാൻ പോകുന്നത്, ബഹിരാകാശ ദിനം. ഇനി വരുന്ന ഓരോ വർഷവും ഓഗസ്റ്റ് 23 പുതിയതായിട്ട് ഇതിന്റെ സെലിബ്രേഷൻ നാഷണൽ സ്പേസ് ഡേയുടെ, ബഹിരാകാശ ദിനത്തിന്റെ ഭാഗമായിട്ട് അവർ പുതുതായിട്ട് പ്രഖ്യാപിച്ച അവാർഡുകളാണ് ഇതുപോലെ വിജ്ഞാൻ അവാർഡുകൾ. അതില് ബയോളജിക്കൽ സയൻസിൽ വിജ്ഞാൻ രത്ന അവാർഡ് ലഭിച്ചത് ആരാണെന്നാണ് ചോദ്യം. പ്രൊഫസർ ജി പത്മനാഭനാണ്. പ്രൊഫസർ ജി പത്മനാഭനാണ്. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ റെക്കഗ്നൈസ് കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഇൻ ഇന്ത്യ. ഈ വർഷം മുതലാണ് ഇത് കൊടുത്തു തുടങ്ങുന്നത്. ആദ്യമായിട്ടാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. Recognizing individual or team contributions made by scientists, technicians and inventors is the aim of the രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. അപ്പൊ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ ആണ് ഈ അവാർഡിന്റെ കളക്റ്റീവ് ആയിട്ടുള്ള പേര്. ഓക്കെ. അപ്പൊ ഇതെന്തിനാണ്? സയന്റിസ്റ്റുകൾക്ക്, ടെക്നീഷ്യൻസിന്, ഇൻവെന്റേഴ്സിനും അവരുടെ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനെയും ടീമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസും കൊടുക്കും ഈ അവാർഡ്. എന്തിനാണ്? അവര് സയൻസിനും ടെക്നോളജിക്കും ഇന്നോവേഷൻ അതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു അവാർഡ് മെയിൻ ആയിട്ട് ഈ അവാർഡ് കൊടുക്കുന്നത്. The Vigyan Team Award will be given to the ISRO Chandrayaan team in recognition of their achievements to space research and technology. അപ്പൊ ഈ കൊല്ലത്തെ വിജ്ഞാൻ ടീം അവാർഡ് ലഭിക്കുന്നത് ചന്ദ്രയാൻ 3 ടീമിന് തന്നെയാണ്. കാരണം സക്സസ്ഫുൾ ആയിട്ടുള്ള മിഷനാണ്, മൂൺ മിഷനാണ് ചന്ദ്രയാൻ 3 എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അവർക്കാണ് വിജ്ഞാൻ ടീം അവാർഡ് ലഭിക്കുന്നത്. പക്ഷെ ബയോളജി സയൻസിനുള്ള വിജ്ഞാൻ രത്ന അവാർഡ് ലഭിക്കുന്ന ആർക്കാണ്? പ്രൊഫസർ ജി പത്മനാഭനാണ്. പ്രൊഫസർ ജി പത്മനാഭനാണ്. In the biological sciences, Professor G. Padmanabhan has been chosen to receive the Vigyan Ratna Award. Okay. Who has recently been appointed as the new chairman of SBI? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം. ചല്ല ശ്രീനിവാസലു ശെട്ടിയാണ്. ചല്ല ശ്രീനിവാസലു ശെട്ടി. The Appointments Committee of the Cabinet has approved Challa Srinivasalu Shetty as the chairman of SBI for
3 years on or after August 28, 2024. അപ്പോൾ ഓഗസ്റ്റ് 28-നാണ് പുതിയ ചെയർമാൻ വരുന്നത്. കാരണം എന്താണ്? പഴയ ചെയർമാൻ ഇപ്പോഴും നിലവിലുണ്ട്. പഴയ ചെയർമാനാണ് ദിനേശ് കുമാർ ഖാര. ദിനേശ് കുമാർ ഖാര ഇദ്ദേഹം എന്താണ്? ഓഗസ്റ്റ് 28-ന് ഇദ്ദേഹം റിട്ടയർ ആവോ? കാരണം എന്താണ്? ഇദ്ദേഹത്തിന് 63 വയസ്സാകും. അപ്പൊ SBI ചെയർമാൻ പോസ്റ്റിന്റെ അപ്പർ ലിമിറ്റ് ആണ് എത്ര? 63 വയസ്സ് എന്ന് പറയുന്നത്. അത് ഈ ദിനേശ് കുമാർ ഖാര ഈ ഓഗസ്റ്റ് 28-ഓടുകൂടി ആ ഒരു എന്താണ് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യും. അതുകൊണ്ട് അതിനുശേഷം ഇയാള് റിട്ടയർ ആകുന്നു. അതിന് പകരമായിട്ട് ദിനേശ് കുമാർ ഖാരയ്ക്ക് പകരമായി പുതുതായിട്ട് നിയമിച്ച വ്യക്തിയാണ് ചല്ല ശ്രീനിവാസലു ശെട്ടി. ഓക്കെ, ഓഗസ്റ്റ് 27-ന് അല്ലെങ്കിൽ അതിന് ശേഷമാണ് പുതിയ ചെയർമാനായിട്ട് ഇദ്ദേഹം ചാർജ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഓൾസോ ദി ഗവൺമെന്റ് ഹാസ് അപ്പോയിന്റഡ് റാണ അശുതോഷ് കുമാർ സിംഗ് ടു ടേക്ക് ചാർജ് ആസ് മാനേജിംഗ് ഡയറക്ടർ ഇൻ SBI. അപ്പൊ SBIയുടെ പുതിയ MD അഥവാ മാനേജിംഗ് ഡയറക്ടറായിട്ട് ചാർജ് എടുത്ത വ്യക്തി ആരാണ്? റാണ അശുതോഷ് കുമാർ സിംഗ്. റാണ അശുതോഷ് കുമാർ സിംഗ് ആണ് SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. നോബൽ ലോറേറ്റ് Dash was appointed as the head of the interim government in Bangladesh. ഇപ്പൊ നോബൽ സമ്മാന ജേതാവായ ആരാണ് ബംഗ്ലാദേശിലെ പുതിയ ഇടക്കാല സർക്കാരിന്റെ ഹെഡായിട്ട് പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്തത്? അത് മുഹമ്മദ് യൂനസ് ആണ്. ബംഗ്ലാദേശിൽ ഇപ്പം അവിടുത്തെ സർക്കാരും സ്റ്റുഡൻസ് ഓരോ ഫെഡറേഷനുമായിട്ട് എന്താണ് ഓരോ ഡിസ്ക്രിമിനേഷനെതിരായിട്ട് അവർക്ക് അവിടെ കലാപം നടക്കുമായിരുന്നു. അങ്ങനെ ഷെയ്ഖ് ഹസീന റിസൈൻ ചെയ്തു. അങ്ങനെ അതിന് പകരം പുതുതായിട്ട് വന്ന എന്താണ് ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി വന്ന ആളാണ്, ചാർജ് എടുത്ത ആളാണ്, പ്രൈം മിനിസ്റ്റർ പദവിയിലോട്ട് ചാർജ് എടുത്ത ആളാണ് മുഹമ്മദ് യൂനസ്. മുഹമ്മദ് യൂനസ് ഒരു നൊബേൽ സമ്മാന ജേതാവാണ്. നൊബേൽ ലോറേറ്റ് Muhammad Yunus appointed head of the interim government in Bangladesh. The decision to appoint the head of the interim government of Bangladesh was taken during a meeting between President Shahabuddin and the coordinators of the anti-discrimination student movement. അപ്പോൾ ബംഗ്ലാദേശിന്റെ പ്രസിഡന്റിന്റെ പേര് മറക്കരുത്. പ്രസിഡന്റ് ഷഹാബുദ്ദീൻ എന്നാണ്. ഷഹാബുദ്ദീൻ. Earlier, a 13-member team of anti-discrimination student movement visited Banga Bhavan to discuss the current situation in Bangladesh and the outline of the interim government. അപ്പോൾ ബംഗ ഭവൻ എന്താണ്? അവിടുത്തെ പ്രസിഡന്റിന്റെ റെസിഡൻസിനെ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ അറിയപ്പെടുന്ന പേരാണ് ബംഗ ഭവൻ. അവിടുത്തെ പ്രൈം മിനിസ്റ്ററിന്റെ റെസിഡൻസ് അറിയപ്പെടുന്ന പേരാണ് ഗൊണോബ ഭവൻ. Where did the multilateral air exercise Tarang Shakti 2024 begin on 6th August 2024? അപ്പോൾ ഇന്ത്യയുടെ മൾട്ടിലാറ്ററൽ എയർ എക്സർസൈസ് ആയ തരംഗ് ശക്തി 2024 എവിടെ വെച്ചാണ് ആരംഭിച്ചത്? ആരംഭിച്ച ഡേറ്റ് മറക്കരുത്. 6th August 2024 ആണ്. എവിടെ വെച്ചാണ് ആരംഭിച്ചത്? തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ്. തമിഴ്നാട്ടിലെ സുലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. സുലൂർ. India is hosting its first multilateral air exercise, Tarang Shakti, from August 6 to September 14th. ഓഗസ്റ്റ് 6 മുതൽ സെപ്റ്റംബർ 14 വരെയാണ് നടത്തുന്നത്. ഇതെന്താണ്? 2 ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത്. അതിന്റെ ആദ്യത്തെ ഭാഗം സ്റ്റാർട്ട് ചെയ്തതാണ്, ആദ്യത്തെ ഫേസ് സ്റ്റാർട്ട് ചെയ്തതാണ് തമിഴ്നാട് വെച്ചിട്ട്. ഓക്കെ, 30ഓളം രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതിൽ 10 രാജ്യങ്ങൾ അവരുടെ ഫൈറ്റർ ക്രാഫ്റ്റോട് കൂടിയാണ്, അവരുടെ സ്വന്തം എയർക്രാഫ്റ്റോട് കൂടിയാണ് പങ്കെടുക്കുന്നത്. ബാക്കി രാജ്യങ്ങൾ എന്താണ്? ഇതിൽ സ്പെക്ടേറ്റർ ആയിട്ടും കുറച്ച് രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ദി എക്സസൈസ് ഈസ് ബീങ് കണ്ടക്ടഡ് ഇൻ 2 phases. നേരത്തെ പറഞ്ഞ പോലെ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഇത് ഇന്ത്യയുടെ ഡിഫൻസ് ക്യാപ്പബിലിറ്റീസ് എന്താണെന്ന് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായും കാണിക്കുന്നത്. ഓക്കെ, പിന്നെ അതാണ് ഇന്റർ ഓപ്പറബിലിറ്റി എമംഗ് ദ പാർട്ടിസിപ്പേറ്റിംഗ് ആർമീസ്. അപ്പൊ എന്താണ്? തമ്മിൽ എന്താണ് ഒരു ഇന്റർ ഓപ്പറേറ്റിംഗ് എബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. തരംഗ് ശക്തി 2024. The first phase is being held from August 6 to August 14 in Sulur, Tamil Nadu, and the second phase will be held from August 29th to September 14th in Jodhpur, Rajasthan.
രണ്ടാമത്തെ ഘട്ടം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? രാജസ്ഥാനിലെ ജോധ്പൂരിൽ വെച്ചിട്ടാണ്. 10 രാജ്യങ്ങളാണ് നേരത്തെ ഫൈറ്റർ എയർക്രാഫ്റ്റുമായിട്ട് പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞു. ആ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആ രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, സ്പെയിന്, UAE, യുണൈറ്റഡ് കിങ്ഡം, USA and Singapore are participating in the exercise with their aircraft, and 18 countries are participating as observers. 18 രാജ്യങ്ങൾ ഒബ്സർവേഴ്സ് ആയിട്ട് മാത്രമാണ് ഇരിക്കുന്നത്. The Digital Shakti Center has been inaugurated by the National Commission for Women in dash to fight cyber crimes against women. അപ്പൊ ഡിജിറ്റൽ ശക്തി എന്ന് പറഞ്ഞാൽ 2018 കൊണ്ടുവന്ന ഒരു പരിപാടിയാണ്, ഒരു പ്രോഗ്രാമാണ് ഡിജിറ്റൽ ശക്തി എന്ന് പറയുന്നത്. ഇതെന്തിനാണ്? പെണ്ണുങ്ങൾക്കെതിരായിട്ട്, വനിതകൾക്കെതിരായിട്ട് നടക്കുന്ന സൈബർ ക്രൈംസിനെതിരെ എന്താണ് നമുക്ക് ആക്ഷൻ എടുക്കാനും അതിനെതിരെ പോരാടാനും, അപ്പം വുമൻസിന് ഒരു എന്താണ് ഇതിനെ പറ്റിയിട്ട് ഒരു നോളജ് കൊടുക്കാനും, എങ്ങനെ നമ്മൾ സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് ടെക്നോളജി യൂസ് ചെയ്യണം, അതിനൊരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ ശക്തി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത്. പക്ഷെ ഇവർക്ക് ഒഫീഷ്യലായിട്ട് സെന്റർ ഒന്നും ഇല്ലായിരുന്നു. ഒരു പ്രോഗ്രാം അങ്ങ് തുടങ്ങിയെന്നല്ലാതെ ഇവർക്ക് സെന്റർ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ പുതുതായിട്ട് അവർക്ക് ഒരു ഡിജിറ്റൽ ശക്തി സെന്റർ വരുന്നു. അതെവിടെയാണ് വരുന്നത് എന്നാണ് ചോദ്യം. അത് ന്യൂഡൽഹിയിലാണ് വരുന്നത്. ന്യൂഡൽഹി. In partnership with the Cyber Peace Foundation, National Commission for Women Chairperson Ms. Rekha Sharma inaugurated the Digital Shakti Center in New Delhi. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ശക്തി സെന്റർ ന്യൂഡൽഹിയിലാണെന്ന് പറഞ്ഞു. അത് ഉദ്ഘാടനം ചെയ്തത് നാഷണൽ കമ്മീഷൻ ഫോർ വുമന്റെ ചെയർപേഴ്സണായ മിസ് രേഖ ശർമ്മയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ കമ്മീഷൻ ഫോർ വുമന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ മിസ് രേഖ ശർമ്മയാണ്. ഓക്കെ, ഇവിടുത്തെ അതായത് കേരളത്തിന്റെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവിയാണ്. പി സതീദേവി. ഓക്കെ. The commission highlighted how important this program is to giving women the confidence to use technology safely and effectively. In 2018, the Digital Shakti program was introduced. Night curfew has been imposed in which state of India due to Bangladesh violence recently? അപ്പൊ ബംഗ്ലാദേശിൽ ഇപ്പം കലാപം നടക്കുകയാണെന്ന് നമുക്കറിയാം. കുട്ടികളും അവിടുത്തെ ഗവൺമെന്റുമായിട്ട് പ്രശ്നം നടക്കുകയാണെന്ന് അറിയാം. അവിടുത്തെ സർക്കാരും താഴെ വീണ കാര്യം അറിയാം. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റില് നൈറ്റ് കർഫ്യൂ ഇമ്പോസ് ചെയ്തേക്കാണ്. ഓൾറെഡി ആ സ്റ്റേറ്റിൽ പ്രശ്നം നടക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ഇനി കൂടുതൽ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നൈറ്റ് കർഫ്യൂ ഇമ്പോസ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ. There is a high alert on the border regarding the ongoing violence in the neighboring Bangladesh. അപ്പോൾ ബംഗ്ലാദേശിന്റെ അടുത്തായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്, തൊട്ടടുത്തല്ല എന്നാലും അടുത്തായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഏത്? മണിപ്പൂർ എന്ന് പറയുന്നത്. മണിപ്പൂരിലാണ് മണിപ്പൂരിൽ കുക്കി സോമി പീപ്പിളുമായിട്ട് എന്താണ് മെയ്റ്റി ആൾക്കാരും തമ്മിൽ അവിടെ ഓൾറെഡി ഫൈറ്റ് നടക്കുകയാണ്. അവിടെ 2-3 മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു അതിരൂക്ഷമായ കലാപം പോലെ നടന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരൊക്കെ ഇനി അങ്ങോട്ട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ, കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മണിപ്പൂരിൽ നൈറ്റ് കർഫ്യൂ കൊണ്ടുവരുന്നത്. Meanwhile, the Manipur government imposed the night curfews in part of Ferzawal and Jiribam districts to prevent any illegal infiltration from Bangladesh. ഇതിൽ ജിറിബാം ഡിസ്ട്രിക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലം. When is Javelin Throw Day observed annually in India? അപ്പോൾ ഇന്ത്യയിലെ നാഷണൽ ജാവലിൻ ത്രോ ഡേ എന്നാണ് ചോദ്യം. ഓഗസ്റ്റ് 7-നാണ്. ഓഗസ്റ്റ് 7-ന്, അതായത് ഈ മാസം 7-ാം തീയതി ആയിരുന്നു. On 7th August 2024, India celebrates the 4th Javelin Throw. Okay, 4th Javelin Throw Day. On 7th August 2021, a glorious chapter was written in the history of Indian athletics. അപ്പോൾ 7th August 2021 എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. നമ്മുടെ കഴിഞ്ഞ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര എന്ത് ചെയ്തു? നീരജ് ചോപ്ര ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടി. എന്താണ് നമ്മുടെ ജാവലിൻ ത്രോയ്ക്കാണ്. ആ നേടിയ ആ ഒരു ദിവസമാണ് നമ്മുടെ എന്താണ് ജാവലിൻ ത്രോ ഡേ ആയിട്ട് പിന്നീട് ആഘോഷിക്കുന്നത്. ദി അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, the governing body for athletics in the country, to declare the day as Javelin Throw Day, National Javelin Throw Day. On August 7, Neeraj Chopra threw
the javelin in the air to a distance of 87.58 meter with incredible accuracy and power. With this astonishing throw, Chopra secured the gold medal in the final of the men's javelin throw event. പാരീസ് ഒളിമ്പിക്സിൽ സിൽവർ മെഡലാണ് ലഭിച്ചത്. ഓക്കെ, നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡലാണ് ലഭിച്ചത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.